ഹലോ നമസ്കാരം. ജിജി മനോജ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ മെഴുക്ക് വരട്ടിയാണ്. ഇത് ബീൻസ് തോരനാണ്. വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, സവാള, പച്ചമുളക്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, തേങ്ങയൊക്കെ ഇട്ട് മിക്സാക്കിയിട്ട് ഇതിപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചതാണ്. ആവി കയറ്റി വേവിക്കുക. എന്നിട്ട് എൻ്റെ ചോറിൻ്റെ സൈഡ് ഡിഷാണ്. പിന്നെ ഞാനൊരു ഇതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട. പിന്നെ ഇന്നത്തെ കറി ബീഫാണ്. പിന്നെ ഇനി സർലാസ് ആക്കണം. സർലാസ് ഇതുവരെ ഞാൻ ആക്കിയിട്ടില്ല. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ തുറന്നു വെച്ചതാണ്. അതുകൊണ്ടാണ്. എല്ലാവരും വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം, വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. ഒരുപാട് സന്തോഷമാണ് അങ്ങനെ കേൾക്കുമ്പം. ഇന്ന് ഞാൻ പള്ളിക്ക് വരുമ്പോൾ ഒരാൾ ചോദിച്ചു വീഡിയോ ഇട്ടില്ലേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇടാന്നൊക്കെ പറഞ്ഞു. നല്ല സന്തോഷമാണ് അങ്ങനെ ചോദിക്കുമ്പോൾ. എന്ത് പറയണമെന്ന് അറിയത്തില്ല. എനിക്ക് മടിയായിരുന്നു, അതാണ് ഞാൻ പിന്നെ ഇടാത്തത്. ഇന്ന് ഞാൻ പള്ളിയിലൊക്കെ പോയി. ഞായറാഴ്ചയായിട്ട് ആരൊക്കെ പള്ളിയിൽ പോയി എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. ഒരുപാട് സന്തോഷമാണ്. എപ്പോഴും പ്രാർത്ഥിക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ ഫുഡ് ഉണ്ടാക്കുക, ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഒരുപാട് സന്തോഷമാണ്. ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വളരെ ഹാപ്പി ആയിട്ടിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഹാപ്പി അല്ലേ. എനിക്കതാണ് ഹാപ്പി ആയിട്ടുള്ള കാര്യം. ചെറുപ്പത്തിലൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു ജീവിതത്തിൽ ചെറുപ്പത്തിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് നമ്മുടെ ഇലയുടെ ഇല്ലേ, ആ ഒരു സാധനമാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് നല്ല ഭംഗിയിൽ ഞാൻ ഉണ്ടാക്കി. ഇലയിലൊക്കെ കുഴയ്ക്കും ഇതൊക്കെ ചെയ്തു, പരത്തി അങ്ങനെയൊക്കെ വെക്കുകയൊക്കെ ചെയ്തു. കുറേ സമയം കഴിഞ്ഞിട്ട് ഇത് വേവുന്നില്ല. കുറേ സമയം കഴിഞ്ഞ് നോക്കുമ്പം പിന്നെ കരിയും പുകയാണ് ഞാൻ അവിടെ നിന്ന് കണ്ടത്. അതിനകത്ത് വെള്ളം ഒഴിക്കാൻ ഞാൻ മറന്നുപോയി ആദ്യമായിട്ട് പാചകം ചെയ്യുമ്പം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ജോലിക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഒരു അമ്മയുണ്ട്, മാളു ഓപ്പോളു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓപ്പോളമ്മ അങ്ങനെ നന്നായി പാചകം ചെയ്യും. അവർ ഹിന്ദുവാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒന്നും ചെയ്യാനറിയില്ല. അപ്പോൾ ഓപ്പോളമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങളും മോള് കണ്ട് പഠിക്കണം. നമ്മളൊരു കാര്യം ഒരാളോട് അറിയില്ല എന്ന് പറയരുതെന്ന് പറഞ്ഞിട്ട് മാളു ഓപ്പോളമ്മയാണ് ആദ്യമായിട്ട് എനിക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നത്. പിന്നെ എനിക്ക് വലിയ ഇഷ്ടമായി അങ്ങനെ പഠിപ്പിച്ചപ്പോൾ. ഞാൻ ഈ നിമിഷത്തിൽ ഞാൻ അവരെ ഓർക്കുന്നു. ഒരുപാട് സന്തോഷം. അവളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം ഒരു വലിയൊരു ഫാമിലി ആയിരുന്നു. ഞാനവിടെ ഭയങ്കര സന്തോഷമായിരുന്നു. അതൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ ചെറിയ കാണാൻ പറ്റത്തുള്ളൂ. ക്യാമറ ഞാൻ ഒറ്റയ്ക്ക് പിടിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഗ്യാസ് തീർന്നു. ഗ്യാസ് ചെറിയ ലീക്കുണ്ട്. അത് കാരണം കൊണ്ട് നാളെ പോയി അത് നേരെ ആക്കിയിട്ട് വേണം നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വിറക് ഉണങ്ങാത്തത് കൊണ്ട് കണ്ട് ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണിൻ്റെ ഒക്കെ കറികളൊക്കെ. ഒന്നും ചെറിയ കറിയേ ഉള്ളൂ. ഞായറാഴ്ചയിൽ അത് കാരണം കൊണ്ടാണ് ഇന്ന് ബീഫ്. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് സന്തോഷം. നിങ്ങളെന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊക്കെ സബ്സ്ക്രൈബർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കണം. അപ്പോൾ ഒരുപാട് സന്തോഷം. എൻ്റെ മോളുടെ അസുഖമൊക്കെ മാറി ഓക്കെ ആയി. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ, സീ യു.